ഞാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദാരിദ്ര്യമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. വീട്ടിൽ നല്ല എന്താ പറയുക, എന്നിട്ട് 4 വയസ്സുള്ള സമയത്ത് തന്നെ എന്തോ കറണ്ട് കിട്ടണേ എൻ്റെ വീട്ടിൽ. അപ്പച്ചനായാലും കൂലിപ്പണി, അമ്മച്ചിക്കായാലും ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊരു 4ാം ക്ലാസ്സിൽ കരാട്ട പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമായിരുന്നു. കരാട്ട പഠിക്കുമ്പോൾ പോലും ഞാൻ മര്യാദയ്ക്ക് ഫീസ് കൊടുത്തിട്ടില്ല. കാരണം പിന്നെ കൂടുതലും ഞാൻ ആ ഓഡിറ്റോറിയൊക്കെ എല്ലാ ദിവസവും അടിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. കാരണം അതുകൊണ്ട് എന്നോട് പിന്നെ ഫീസൊക്കെ ഒരുപാട് മാഷ് മേടിക്കാറില്ല. സെലിബ്രിറ്റീസിനെ മേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഒരു ടൈം നമുക്ക് അവൈലബിൾ ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എന്നെ കിട്ടൂല. തിരുവനന്തപുരം മുതൽ അത്യാവശ്യം മൂന്നാർ വരെ ജിമ്മുണ്ട് ഞങ്ങൾക്ക്. എറണാകുളം, പിന്നെ ആലുവ, കാലടി, കോതമംഗലം. അങ്ങനെ കാലടിയിലാണ് നമ്മൾ ഫസ്റ്റ് സംരംഭം തുടങ്ങുന്നത്. കാലടിയിലൊരു ജിമ്മ് തുടങ്ങിയിട്ട് അത് പിന്നെ എന്താ പറയുക, ഒരു വെച്ചടി കയറ്റായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന പിള്ളേരൊക്കെ അത്യാവശ്യം മെഡൽ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കോച്ചായിട്ട് 3 വർഷം ഇരുന്നു. അപ്പം ഇങ്ങനെ സെലിബ്രിറ്റീസിനെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പോഷർ തന്നെയാണോ ചേട്ടന് കിട്ടിയിട്ടുള്ളത്? ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ തന്നെ നമ്മൾ അവരെ വെച്ചിട്ട് ഒരുപാട് മാർക്കറ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ അതിൽ അത്യാവശ്യം പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാറ്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യണ ശരിയല്ലല്ലോ. ഈ പടത്ത് തുടങ്ങാൻ പോണ സ്ഥലം പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം USA-ലാണ് ഞാൻ അടുത്ത ജിം തുടങ്ങണം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എൻ്റെ കൂടെ ഉള്ളത് ഇന്റർനാഷണൽ ബോഡി ബിൽഡർ ആൻഡ് സെലിബ്രിറ്റി ട്രെയിനറായ ജിൻഡോ ചേട്ടനാണ്. ഹായ് ചേട്ടാ, സുഖല്ലേ? ഓക്കെ. എനിക്ക് സുഖമാണ്. അപ്പം സെലിബ്രിറ്റീസിനെയൊക്കെ ഇപ്പം ഫിറ്റ്നസ് ഒക്കെ ഭയങ്കര ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? സെലിബ്രിറ്റീസിനെ മേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഒരു ടൈം നമുക്ക് അവൈലബിൾ ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എന്നെ കിട്ടൂല. അപ്പം അങ്ങനെ നമ്മളങ്ങോട്ട് ഒന്നുപോലെ ആളുടെ വീട്ടിലായിരിക്കും ചെയ്യണേ, അല്ലെങ്കിൽ ജിമ്മിലായിരിക്കും, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും. എപ്പോഴാണ് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെളുപ്പിന് 3 മണിക്കൊക്കെ ആയിരിക്കും വിളിക്കണേ, നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ച് വിളിക്കണേ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലേ. അപ്പം ഇപ്പോൾ എത്ര നാളായി ഇപ്പം സെലിബ്രിറ്റീസിനെ മെയിൻലി ട്രെയിൻ ചെയ്യുന്നു? ഒത്തിരി വർഷമായി. ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായി. അതിനും മാത്രം സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് മെയിൻലി ഉള്ളത്? ഒരു 10 പേര് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. മെയിൻലി നല്ല കഷ്ടപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ്? ജോയിച്ചേട്ടൻ ചെയ്തായിരുന്നു, പിന്നെ അജ്മല്, പിന്നെ ദിനേശ് പ്രഭാകർ, വിനു മോഹൻ ചേട്ടൻ, പിന്നെ അഞ്ജു കുര്യൻ, പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. രമ്യ പണിക്കര്, നേഹ റോസ്, പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, അശ്വിൻ, ഒത്തിരി പേര് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഇവര് ഇങ്ങനെ ഹേമന്ത് എന്ന് പറഞ്ഞ ആക്ടർ. ഓക്കെ. സോ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഭീമൻ രഘുവിന്റെ ചേട്ടനാണോ ചെയ്യുന്നത്? ഭയങ്കര ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നല്ലോ അവർക്ക് എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പം എല്ലാരും ഈ ഒരു സെന്ററിലാണോ വരാറ്, അതോ പല പല സെന്റേഴ്സിലാണോ ചേട്ടൻ പോവാറ്? 8 ഫിറ്റ്നസ് സെന്റർ ഉണ്ട് മൊത്തം. എവിടെയൊക്കെ? തിരുവനന്തപുരം മുതൽ അത്യാവശ്യം മൂന്നാർ വരെ ജിമ്മുണ്ട് ഞങ്ങൾക്ക്. എറണാകുളം, പിന്നെ ആലുവ, കാലടി, കോതമംഗലം, അങ്ങനെ കുറേ ഉണ്ട്. ചേട്ടൻ ഓടി നടക്കുകയാണ് അങ്ങോട്ടും മൊത്തം ബിസിയാണ്. ഓക്കെ, ഫൈൻ. അപ്പം ഇങ്ങനെ സെലിബ്രിറ്റീസിനെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പോഷർ തന്നെയാണോ ചേട്ടന് കിട്ടിയിട്ടുള്ളത്? ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ തന്നെ? കുഴപ്പമില്ല. കാരണം അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവരെ വെച്ചിട്ട് ഒരുപാട് മാർക്കറ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ അതിൽ അത്യാവശ്യം പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാറ്. അപ്പൊ പിന്നെ നമ്മൾ അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യണ ശരിയല്ലല്ലോ. പിന്നെ നമ്മള് കൊളാബല്ല കൂടുതലും ചെയ്യണേ, പൈസ തന്നെ ഒന്ന് ചെയ്യും. അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ആസ് എ സെലിബ്രിറ്റി ട്രെയിനർ ചേട്ടന് ഇപ്പം നമ്മുടെ ആക്ടേഴ്സ് ആസിഫ് അലി, ടോവിനോ, മമ്മുക്ക, ഉണ്ണി മുകുന്ദൻ, ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ചെറിയൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ, ടോവിനോ എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് അവരൊക്കെ.
അവരൊക്കെ നന്നായിട്ട് നല്ല ട്രെയിനേഴ്സിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരെന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ മുതൽ ചെറുപ്പം മുതലേ അവർ അത് മെയിൻറ്റെയിൻ ചെയ്തു തന്നെ ആൾക്കാരാണ്. അതുകൊണ്ട് അവർ എപ്പോഴും ഫിറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കും. കാരണം ജിമ്മിലേക്ക് വന്ന് നമ്മളൊരു കാലത്ത് ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അൺഫിറ്റ് ആവാൻ മാക്സിമം നമ്മൾ ആഗ്രഹിക്കാറില്ല. കാരണം വെച്ചാൽ ഫിറ്റ് ആവാണ്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആർക്കും അത് സാധിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ പിന്നാലെ പോകത്തെ. അപ്പോൾ ഓൾറെഡി ഫിറ്റ് ആയിരിക്കുന്ന ആൾക്കാർ ഒരു നല്ല പ്രൊഫഷനിലേക്ക് വന്ന ഉണ്ണി ടോവിനോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല ബിൽഡറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊന്നും ഒരിക്കലും അൺഫിറ്റ് ആവില്ല. പിന്നെ പടത്തിന് വേണ്ടിയിട്ട് മാറി മാറി വേണ്ടെന്ന് മാത്രം. പിന്നെ അവരൊക്കെ നല്ലൊരു ബിൽഡൊക്കെ ചെയ്ത് നല്ല എന്താ പറയുക നല്ലൊരു ബോക്സിങ് മൂവി നമുക്കിവിടെ വീണ്ടും വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ല ഭയങ്കര വെടിച്ചിട്ട് ഇപ്പൊ ഗോര തന്നെ ടോവിനെ ചെയ്തായിരുന്നു. കഷ്ടപ്പെട്ട് ചെയ്ത ആള് നല്ല ഫിറ്റ് ആയിരുന്നു. പക്ഷെ അതിനുള്ളൊരു ആ ഫിറ്റ്നസ് ഒന്നും അതിനകത്ത് കാണിച്ചില്ല കൂടുതലും. അപ്പൊ അങ്ങനെ വന്നേക്കണ ആൾക്കാർക്കൊക്കെ ആ ലെവലില് ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന നല്ലൊരു പടം വേണം. കാരണം അവരോടൊക്കെ ഫിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിമിഷം നേരോട് ഫിറ്റ് ആവും. കാരണം അതിനുള്ള കഴിവ് ഉണ്ണിമുതലും ടോവിനൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടന്റെ കഥ എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസിലേക്ക് ചേട്ടൻ വന്നത്? തുടക്കം ചെറുപ്പം തൊട്ടേ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും റീസൺ ഉണ്ടോ ബിഹൈൻഡ്? അല്ല, അങ്ങനെ വെച്ചാ ഞാൻ ചെറുപ്പത്തിൽ ഒരു 4ാം ക്ലാസ് മുതൽ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയതാ. അങ്ങനെ 4ാം ക്ലാസ്സിൽ കരാട്ടെ പഠിക്കാൻ തുടങ്ങി. ഞാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദാരിദ്ര്യമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. വീട്ടിൽ നല്ല എന്താ പറയുക, അങ്ങനെ 4 വയസ്സുള്ള സമയത്ത് തന്നെ എന്തോ കറണ്ട് കിട്ടണേ എൻ്റെ വീട്ടിൽ. അപ്പം അങ്ങനെ നമുക്ക് ഓർമ്മയിലെന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യമാണ് വീട്ടിൽ. അപ്പച്ചനായാലും കൂലിപ്പണി, അമ്മച്ചിക്കായാലും ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊരു 4ാം ക്ലാസ്സിൽ കരാട്ടെ പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമായിരുന്നു അന്ന്. അങ്ങനെ പഠിക്കാൻ പോയി. പിന്നെ ഒരു 9ൽ വെച്ചിട്ട് തന്നെ ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അപ്പോൾ 9ൽ വെച്ച് തന്നെ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ബ്ലാക്ക് ബെൽറ്റ് ഞാനായിരുന്നു കേരളത്തിൽ. പിന്നെ അവിടെ തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ പിന്നെ ഫീസ് കൊടുത്തിട്ടില്ല മാഷിന്. കരാട്ടെ പഠിക്കുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഫീസ് കൊടുത്തിട്ടില്ല. കാരണം പിന്നെ കൂടുതൽ ഞാൻ ആ ഓഡിറ്റോറിയൊക്കെ എല്ലാ ദിവസവും അടിച്ചു തൂക്കുമായിരുന്നു. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. കാരണം അതുകൊണ്ട് എന്നോട് പിന്നെ ഫീസൊക്കെ ഒരുപാട് മാഷ് മേടിക്കാറില്ല. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ അത് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് തീരെ മെലിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തീരെ മെലിഞ്ഞിരുന്നപ്പോൾ എല്ലാവരും നമ്മൾ കളിയാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോയതാ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ ജിമ്മിൽ പോയി എന്താ പറയുക, അവിടെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയും ഇങ്ങനെ, ഇത് മൊത്തം അടിച്ചോ, നിനക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, നീ കരാട്ടക്കാരനല്ലേ, അതുകൊണ്ട് എല്ലാം അടിച്ചോളം പറയും. അപ്പം ഞാൻ സത്യത്തിൽ എല്ലാം അടിക്കും. എല്ലാ ദിവസം വന്ന് എല്ലാ ദിവസം അടിക്കും, എല്ലാം അടിക്കും. അപ്പോൾ അവർ നമ്മളെ കളിയാക്കണമെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് ഗുണമായി മാറി. പക്ഷെ ഇതെല്ലാം അടിച്ച് ഞാൻ ഒറ്റയടിക്ക് ഫിറ്റായി. അവര് റോങ് പറഞ്ഞെന്നെങ്കിലും അങ്ങനെയും ഫിറ്റാവാന്ന് നമ്മൾ തെളിയിച്ചു. പിന്നെ കോളേജിൽ പഠിച്ച സമയത്തായാലും പിന്നെ മിസ്റ്റർ ശങ്കര യൂണിവേഴ്സിറ്റി, പിന്നെ സൗത്ത് ഇന്ത്യ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസിലേക്ക് അങ്ങനെ ഇന്റർനാഷണൽ മെഡൽ വന്നു. പിന്നെ നമ്മളൊരു ജിമ്മ് കാലടിയിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു സംരംഭം തുടങ്ങണത്. കാലടിയിലൊരു ജിമ്മ് തുടങ്ങിയിട്ട് അത് പിന്നെ എന്താ പറയുക, ഒരു വെച്ചടി കയറ്റായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന പിള്ളേരൊക്കെ അത്യാവശ്യം മെഡൽ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കോച്ചായിട്ട് 3 വർഷം ഇരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇന്റർവ്യൂ കൊണ്ടുവന്ന പിള്ളേർക്ക് മെഡൽ വരാണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ആലുവ ജിമ്മ് തുടങ്ങി, അടുത്ത് പിന്നെ എറണാകുളം തുടങ്ങി, പിന്നെ മൂന്നാർ തുടങ്ങി, അങ്ങനെ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ തിരുവനന്തപുരം തുടങ്ങി. അപ്പം അങ്ങനെ എന്താ പറയുക, ജിമ്മിന്റെ കേന്ദ്രം തന്നെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഈ പടത്ത് തുടങ്ങാൻ പോണ സ്ഥലം പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം USA-ലാണ് ഞാൻ അടുത്ത ജിമ്മ് തുടങ്ങണത്. പിന്നെ അടുത്ത് ബാംഗ്ലൂർക്ക് ഇപ്പോൾ ഒരു ജിമ്മായിട്ട് വരണുണ്ട്. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ ജിമ്മ് വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനിയും ഒരു 3 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ കൂടി നടന്നുകൊണ്ടിരിക്കുക. ബാംഗ്ലൂർ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ ജിമ്മ് തുടങ്ങാൻ പറഞ്ഞ് നമ്മൾ ഒരുപാട് നിർബന്ധിക്കാം. നമ്മൾ അവിടെ തുടങ്ങാനുള്ള പ്ലാനിൽ ജിമ്മ് പറഞ്ഞാൽ വാങ്ങിച്ചു. ഇപ്പോൾ അത് ഇനി തുടങ്ങിയാൽ മതി. മീൻസ് ഒരു 3 മാസം കഴിഞ്ഞ് തുടങ്ങും.